പരസ്പരം സ്നേഹമില്ലാതായി പോയി. എവിടെ നോക്കിയാലും ഒച്ചപ്പാടും ബഹളവും, കുടുംബാന്തരീക്ഷങ്ങൾ തന്നെ ഭിന്നിപ്പിന്റെ വക്കിൽ. ഭാര്യ ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. പറയാറുണ്ടല്ലോ നമ്മൾ, പഴയ സ്നേഹമൊന്നും എൻ്റെ ഭാര്യയ്ക്ക് എന്നോടില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ഭർത്താക്കന്മാർ, എൻ്റെ ഭർത്താവിന് എൻ്റെ പഴയതുപോലെയുള്ള ഒരു ഇഷ്ടമൊന്നുമില്ല എന്ന് സങ്കടം പറയുന്ന സഹോദരിമാർ. എല്ലാവരും ചെയ്യേണ്ട പരിപാടിയാണ് ഈ പറഞ്ഞത്. എന്ത്? ഭർത്താവ് ഭാര്യയോട് കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയണം, ഭാര്യയും പറയണം ഭർത്താവിനോട് മണിയറയിലേക്ക് കയറി ചൊല്ലുമ്പോൾ കാണുമ്പോഴൊക്കെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ പറച്ചിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മക്കൾ മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ നമ്മൾ യാത്രയിലുടനീളം കാണുന്നതാകുന്ന മോമിനീങ്ങളെ, നീ സലാം പറയണം അലാമൻ അറഫ്ത വമല്ലം തഅരിഫ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അറിയാവുന്ന മോമിനിനും അറിയാത്തതാകുന്ന മുസ്ലിമിനും നിനക്ക് പരിചയമില്ല എങ്കിൽ പോലും അവൻ എന്തു പറയണം? അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സലാം പറഞ്ഞു തുടങ്ങട്ടെ. നമ്മൾ കാണുന്ന മോമിനീങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, അയൽവാസികളെ, നാട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളുമായി പരിചയപ്പെട്ടിട്ടുള്ളതാകുന്ന എല്ലാ മോമിനീങ്ങളോടും നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങി. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാവരോടും സലാം പറയണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകും. ഒരു ദോഷവും ഉണ്ടാവൂല, ഗുണമേ ഉണ്ടാവുകയുള്ളൂ. മക്കളോടത് പറഞ്ഞ് ശീലിക്കണം. വാപ്പ മക്കളോട് പറയുന്നതിൽ യാതൊരു മടിയും വെക്കണ്ട. ഞാനെങ്ങനെ അവനോട് പറയും എന്ന് ചിന്തിക്കണ്ട. തിരിച്ച് സലാം മടക്കുകയും വേണം. ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. പറയൽ സുന്നത്താണെങ്കിൽ സലാം പറയുന്നത് കേട്ടാൽ മടക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്നുള്ളത് ആ സുന്നത്തായ അമൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ഒന്നാമത്തെ പാഠമാണ്. അത് ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? പരസ്പരം സ്നേഹമുണ്ടാകും. സ്നേഹമുണ്ടായാലോ നിങ്ങൾ യഥാർത്ഥ മോമിനീങ്ങളാവും. മോമിനായാലോ നിങ്ങൾ സ്വർഗത്തിൽ കടക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത്, അസ്സലാമു അലൈക്കും. ഇന്നിനി ഒന്നും പഠിച്ചില്ലേലും ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കിട്ടലാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമല്, നിസ്സാരമായി കണ്ടിരുന്ന ഒരു അമൽ, അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമെന്നാണ് ആദ്യം തന്നെ പഠിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. ഒരാളോടും പിണങ്ങി നിൽക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹജറ അഖാഹു ഫൗഖ സലാസി ലയാൽ. ആരെങ്കിലും അവന്റെ സഹോദരങ്ങളോട്, മുഅ്മിനായ ഒരു മനുഷ്യൻ മറ്റൊരു മുഅ്മിനിനോട് 3 രാത്രിയിൽ പിണങ്ങി നിന്നാൽ, സുമ്മ മാത, പിന്നവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ, ദഖലന്നാറ, നരകത്തിൽ അവൻ പ്രവേശിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരെങ്കിലും സ്വന്തം സഹോദരങ്ങളോട് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല, കേവലം ഒരു 3 ദിവസം, അതിനുള്ളിൽ മരണം നിന്നെ പിടികൂടുകയും ചെയ്താൽ, ദഖലന്നാറ, നരകത്തിൽ പ്രവേശിക്കാൻ അത് ഖേദമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ്? സാദാ സീതയായിട്ട് നരകത്തെ നീ കാണരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഊഖിദന്നാറു അൽഫസന, 1000 കൊല്ലമാണ് നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിക്കാൻ വേണ്ടി എടുക്കുകയാണ്. 1000 കൊല്ലം നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ഹത്ത ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയ സ്വഹാബ. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിക്കാൻ പറയുകയാണ്. 1000 കൊല്ലമാണ് നരകത്തെ കത്തിക്കപ്പെടുന്നത്. നഊദു ബില്ലാഹ്.
പാറപ്പള്ളി മഖാമിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനത്തേ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ കത്തിച്ചൊലിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി നമ്മുടെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്നതായ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പഠിപ്പിച്ചു നൽകുകയാണ്. 1000 വർഷത്തോളം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം അതിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുകയാണ്. നഊദു ബില്ലാഹ്. അതിന്റെ നിറം ചുവപ്പ് മാറി വെളുപ്പ് നിറമായി. ചൂട് കൂടുകയാണ്, കുറയുന്നില്ല. 2000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ചുവപ്പായ നരകം വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കപ്പെട്ടതിന്റെ നേരിൽ അതിന്റെ ചുവപ്പ് മാറി വെളുപ്പ് നിറത്തിലേക്ക് മാറുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നരകത്തെ അല്ലാഹു പടയ്ക്കുന്നത്? ഈ ലോകത്ത് പരിശുദ്ധമാകപ്പെട്ടതാകുന്ന ഖുർആൻ തിരസ്കരിച്ചു പോയ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നുപോയ, മീശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട്, സീരിയലുകൾ കണ്ട് ഹറാമായ തരത്തിലേക്ക് കണ്ണു നട്ടിരുന്നതായ സഹോദരിമാരില്ലയോ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു മഞ്ഞളിച്ചതാകുന്ന ചെറുപ്പക്കാരില്ലയോ? അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നതായ മുഅ്മിനീങ്ങളില്ലയോ? നമസ്കരിക്കാതെ നടന്നതാകുന്ന സഹോദരങ്ങളില്ലയോ? പരിശുദ്ധമായ റമദാൻ പടിവാതിക്കലെത്തിയിട്ട് പോലും തന്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ തയ്യാറാകാത്ത ചെറുപ്പക്കാരില്ലയോ? കാമുകനുമായി രഹസ്യമായ ചാറ്റിങ്ങിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ തള്ളി നീട്ടിയതാകുന്ന സഹോദരിമാരില്ലയോ? സ്വന്തം ഭർത്താവിൻ്റെതാകുന്ന സൗന്ദര്യം പോയപ്പോ പന്യരാകുന്ന പരപുരുഷന്മാരെ വീട്ടിനുള്ളിൽ കയറ്റിയിട്ട് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായതാകുന്ന 4 പറ്റതാകുന്ന സഹോദരിമാരില്ലയോ? സ്വന്തം ഭാര്യയുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായ മുസ്ലിം ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ? ഇതാ നിനക്ക് വേണ്ടി നരകത്തെ അല്ലാഹു പടയ്ക്കുകയാണ്. 2000 വർഷം കത്തിക്കപ്പെട്ടതായ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തെ വീണ്ടും കത്തിക്കാൻ ഓർഡർ ഇടുകയാണ് അല്ലാഹു. നഊദു ബില്ലാഹ്. ثم أوقد 1000 سنة. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, 3000 വർഷമാണ് അല്ലാഹു നരകത്തെ സൃഷ്ടിക്കാനെടുത്ത സമയം. ഈ ദുനിയാവിൽ ഒരു കല്യാണത്തിന് വേണ്ടി നീ കൂടാൻ പോയാൽ 3-4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണമായാൽ പോലും എത്ര രാത്രികളാണ് അവിടെ അടുപ്പ് കത്തിക്കപ്പെടുന്നത്, എത്ര ദിവസങ്ങളാണ് വിറകുകൾ ചേർത്ത് വെക്കപ്പെടുന്നത്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കപ്പെടുകയാണ്. നരകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഓർഡർ ഇടുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചുവപ്പ് മാറി വെളുപ്പുമായി, വെളുപ്പ് മാറിയിട്ട് കറുപ്പായി. വഹിയ സൗദാഉൻ മുദ്ലിമാ. സ്വഹാബാ ആര് കണ്ടാലും പേടിക്കുന്നതായ രൂപത്തിലേക്ക്, ആര് കണ്ടാലും ഭയപ്പെടുന്ന, ആര് കണ്ടാലും വല്ലാതെ വിഷമിച്ചു പോകുന്ന, വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നതായ കറുകറുത്തതാകുന്ന നിലയിലേക്ക് നരകത്തെ അല്ലാഹു മാറ്റുകയാണ്. വഹിയ സൗദാഉൻ മുദ്ലിമാ. ഇരുൾ മുറ്റപ്പെട്ടതായ കറുത്തതാകുന്ന നരകമാണ് കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ നരകത്തെ കുറിച്ചാണ് പരിശുദ്ധ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നത്. ആരെങ്കിലും ഈ ദുനിയാവിൽ സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? സ്വന്തം കൂട്ടുകാരോട് മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നതായ ആരുണ്ടോ? 3 ദിവസത്തിൽ കൂടുതൽ നീ അങ്ങനെ പിണങ്ങി നിൽക്കുകയും നിന്റെ മരണമതാ കടന്നു വരികയും ചെയ്താൽ ദഖലന്നാറ, അവൻ നരകത്തിൽ കടക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കത്തിച്ചൊരിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരും സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി.
മനസ്സിലാക്കണം. അപ്പൊ ഇണങ്ങിയാൽ സ്വർഗം പറയുമല്ലോ. ഞാൻ ഒരിക്കലും അവനോട് പോയി സലാം പറയില്ല, ആ പിണക്കം എത്ര നാൾ മുന്നോട്ട് പോയാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അത് പിണക്കം വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. റമദാൻ വരികയാണ്, റമദാനിന് മുന്നോടിയായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇണങ്ങണം, ആ ചിന്തയില്ല. എങ്ങനെയെങ്കിലും ഈ പിണക്കം മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മോമിനീങ്ങൾ. പഠിച്ചു വെച്ച് മുൽകാൻ പറ്റൂല. മോമിനീങ്ങളാകുന്ന ആളായാലും നീ എത്ര തന്നെ പരിശുദ്ധമായ റമദാനിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലും അള്ളാഹു നിന്റെ ദുആ സ്വീകരിക്കാൻ പോകുന്നില്ല. ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്തെല്ലാം ചെയ്താലും റമദാൻ 30 ദിവസത്തെ നോമ്പുകൾ നോറ്റുവീട്ടി, സക്കാത്തുകൾ കൊടുത്തുവീട്ടി, പാവപ്പെട്ടവന് കണ്ണീരൊപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തു, ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചു, പള്ളികൾക്ക് സഹായിയായി വർത്തിച്ചു, യതീംഖാനകളെ സഹായിച്ചു, ദഅവാ കോടതികളെ പ്രോത്സാഹിപ്പിച്ചു, ഹിഫ്ദുൽ ഖുർആന്റെ മക്കളെ സഹായിച്ചു. എല്ലാ നിലയ്ക്കുമുള്ള സഹായങ്ങൾ നീ കൊടുത്താലും വല്ലാഹി സുമ്മ വല്ലാഹി സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. നിന്റെ പ്രാർത്ഥനകളും നിന്റെ അമാലുകളും അല്ലാഹു സ്വീകരിക്കില്ല, ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്രമേൽ പ്രധാനമാണ് ബന്ധങ്ങളെന്ന് അറിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അല്ലാഹു ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞതായ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അത് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്നതായ ഏതൊരു മുഅ്മിനുണ്ടോ മുഅ്മിനത്തുണ്ടോ, മാതാപിതാക്കളുമായി, സുഹൃത്തുക്കളുമായി, അയൽവാസികളുമായി, മുഅ്മിനീങ്ങൾ തമ്മിൽ ഏതെല്ലാം കടമകളും കടപ്പാടുകളുമുണ്ടോ അതെല്ലാം പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ബന്ധങ്ങളെ പരിപൂർണമായി ചേർത്ത് വെച്ചതായ ആളുകളുണ്ടോ, പടച്ച റബ്ബിനെ ഭയക്കുകയും 5 വഖത്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കുകയും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുകയും ചെയ്തതായ മുഅ്മിനീങ്ങളുണ്ടോ, ഉലൈക ലഹും ഉഖുബദ്ദാർ, അവർക്ക് അതിവിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന പര്യവസാനമാണ്, അവർക്ക് അല്ലാഹു സ്വർഗം നൽകുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവർക്ക് അല്ലാഹു സ്വർഗം നൽകും. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നവന് സ്വർഗം അല്ലാഹു നൽകും എന്നല്ല ഖുർആൻ പറയാൻ, വിശദീകരിച്ചുകൊണ്ട് പറയാൻ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന മലക്കുകളെ അവന്റെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ട് ആ മലക്കുകൾ അവനെ വിളിക്കും, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾക്കാണ് അല്ലാഹുവിന്റെ സംരക്ഷണമുള്ളത്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിന്റെ പരിപൂർണമായ സംരക്ഷണം നിങ്ങൾക്കാണ്. റബ്ബിന്റെ സംതൃപ്തി നിങ്ങൾക്കാണ്. സലാം സലാം. അല്ലാഹുവിന്റെ സർവ്വവിധമാകുന്ന സംരക്ഷണം നിങ്ങൾക്കാണ് കേട്ടോ. ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ കാരണം കൊണ്ടാണ്. ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ ഒരുപാട് പരിശ്രമിച്ചവരല്ലേ, പ്രയാസപ്പെട്ടവരല്ലേ. ബന്ധങ്ങൾ ഇന്ന് വരെ ചേർത്ത് വെക്കാതിരുന്ന കുടുംബാദികളുമായി അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞുകൊണ്ട് കൂടിയവനല്ലേ, കൂടിയവളല്ലേ, ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ.
എത്രയാണ് അവർ ചീത്ത വിളിച്ചത്, എത്രയാണ് അവർ കൂകി വിളിച്ചത്, എത്രയാണ് അവർ മോശത്തരം പറഞ്ഞത്, അതെല്ലാം മൈൻഡ് ചെയ്യാതെ വീണ്ടും അവരിലേക്ക് ചെന്ന് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യനല്ലേ, അവർക്ക് നന്മ ചെയ്തതായ സഹോദരിയല്ലേ. നിങ്ങൾക്ക് അല്ലാഹു ക്ഷമിച്ചതിന്റെ കാരണത്താൽ ഉന്നതമായ പ്രതിഫലം നൽകുകയാണ്. ഫനിഅമ ഉഖബദ്ദാർ, ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമാക്കപ്പെട്ടതായ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. കയറിക്കൊള്ളുക, കയറിക്കൊള്ളുക. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ അടിസ്ഥാനം കൊണ്ട് അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നീ മജ്‌ലിസിലിരിക്കുന്ന ഓരോരുത്തരും ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, അയൽവാസികളോട് പലരും പിണക്കം വെച്ച ആളുകളുണ്ടാവും. അല്ലാഹു ഇണങ്ങാനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, എത്രയാന്ന് പറഞ്ഞാലും അവനോട് ഇണക്കൂല ഉസ്താദ്, എത്രയാന്ന് പറഞ്ഞാലും അവളോട് ഇനി ഒരു ബന്ധമില്ല. കാരണം അത് ഞങ്ങൾ മുറിച്ചു മാറ്റിയതാണ് ആ ബന്ധം. ഇനി ആഖിറത്തിൽ കാണാം. ഒരുപാട് ഞങ്ങളോട് അത് ചെയ്തത്, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാലും, ഏതെല്ലാം നിലയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയെന്ന് പറഞ്ഞാലും, രക്തബന്ധങ്ങളെ, ബന്ധുക്കളെ പരിപൂർണമായി ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റില്ല എന്നറിയണം. അവരുമായിട്ടുള്ള ബന്ധം നീ വീണ്ടും കണക്ഷൻ ഇട്ടുവെക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ റമദാനിന് മുമ്പായി ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ അതാണ്. എത്രയും വേഗം ബന്ധങ്ങളെ പോയി കൂട്ടിയിണക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരൊക്കെയായിട്ട് പിണങ്ങി നിൽപ്പുണ്ടോ അവരെ എവറടി നേരം വിളിക്കുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് അവരെ പോയി കണ്ടോണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞതിനർത്ഥം എത്ര വൈകുന്നോ അതിനനുസരിച്ച് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയും. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എത്ര വൈകുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്വീകാര്യത കുറയും. സദസ്സിന്റെ ദുആ പോലും സ്വീകരിക്കില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ദ്വാരക്കാൻ ഇതിലൊരാൾ കുടുംബബന്ധം വിച്ഛേദിച്ചവനുണ്ട് എങ്കിൽ, ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ എത്ര ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരെന്നാലും വല്ലാഹി ലാ യഖ്ബലു, അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് ഇൽമ കേൾക്കാൻ കടന്നു വരുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ സവിധത്തിലേക്ക്, റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് സ്വഹാബത്ത് ഇൽമ പഠിക്കാൻ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവേ നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, ലിയഖ്റുജു മിന്നാ ഖാതിഉ റഹിമിൻ, നമുക്കിടയിൽ നിന്ന് കുടുംബബന്ധം വിച്ഛേദിച്ചതായ ആള് എഴുന്നേറ്റ് പോകണേ, പോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലിയഖ്റുജു മിന്നാ ഖാതിഉ റഹിമിൻ, ഇവിടെ കുടുംബബന്ധം വിച്ഛേദിച്ചവനുണ്ട്, അവൻ എഴുന്നേറ്റ് പോകണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഇരിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിടയിലാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത് എങ്കിൽ, ഇപ്പൊ ഇവിടെ സദസ്സിൽ പറയാൻ കുടുംബബന്ധം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമായ്ക്ക് ഉസ്താദ് എഴുന്നേറ്റിട്ട് പറയാൻ കുടുംബബന്ധം വിച്ഛേദിച്ച ആൾ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുന്നേക്കുമോ? അതൊക്കെ നാളെ മനുഷ്യരെ കാണാം ഉസ്താദെ. ഇപ്പൊ ഇവിടുന്ന് എന്തായാലും എഴുന്നേക്കത്തില്ല, എത്ര കട്ടിക്കടിച്ചാൽ. അതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടുന്ന് എന്തായാലും എഴുന്നേക്കില്ല. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടുംബബന്ധം വിച്ഛേദിച്ചവൻ എന്നുള്ളതാകുന്ന പേര് നമ്മുടെ തലേ വരും. അതുകൊണ്ട് എന്ത് ചെയ്യൂല, നമ്മൾ എഴുന്നേക്കത്തില്ല. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം എല്ലാവരും നോക്കി നിൽക്കവേ ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ സദസ്സിന്റെ ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ എഴുന്നേറ്റ് അങ്ങനെ അങ്ങ് പോയി. നബി തങ്ങൾ ക്ലാസ് തുടർന്നു. അല്പനേരം കഴിഞ്ഞു അദ്ദേഹം പിന്നീട് വന്ന് സദസ്സിൽ വന്ന് ചേർന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാണ് പോയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കൊച്ചുമ്മയുമായി എളാമ്മയുമായിട്ട് പിണക്കമായിരുന്നു, അത് തീർക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, 2 ആഴ്ചയായി അങ്ങനെ പിണങ്ങി നിൽക്കാൻ. തങ്ങളത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അവരൊന്ന് പോയി കണ്ട് ഒന്ന് സലാം പറഞ്ഞു. അപ്പൊ എന്തു ചോദിച്ചു? അപ്പൊ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ്സിൽ ഇതുപോലെ
പറഞ്ഞപ്പോഴും ഞാനൊന്ന് എഴുന്നേറ്റ് വന്നതാണ്. നിങ്ങളുമായിട്ടുള്ളതാകുന്ന ആ പിണക്കവും പ്രശ്നവും എന്തോ ചെറിയൊരു വാക്ക് അതൊന്ന് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു. അവർ പൊരുത്തപ്പെട്ട് തരുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞ ഒരു മറുപടി ഹദീസുകളിൽ കാണാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ മജ്‌ലിസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സദസ്സിലുള്ളതാകുന്ന പ്രാർത്ഥനകൾ ഒന്നുപോലും ഒന്നാം ആകാശത്തേക്ക് ഉയരുകയില്ല എന്ന് നബിയുനാ അർശത്തിനധിപനായ പടച്ച റബ്ബ് ഒരൊറ്റ പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല. ഒരാള് കുടുംബമുണ്ട് എങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ മനസ്സിലായല്ലോ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? എല്ലാ കൗമും പണക്കം വെച്ചിട്ട് വന്നിരുന്നിട്ട് ഇത് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എത്ര കൊട്ടപ്പടി കൈ നീട്ടിയിട്ട് എന്താ കാര്യം? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ബന്ധങ്ങളെ വിച്ഛേദിച്ചിട്ട് നീ എത്ര കണ്ട് കരഞ്ഞു ദ്വാരുന്നാലും അള്ളാഹു സ്വീകരിക്കില്ല. മനസ്സിലാക്കണം. മാതാപിതാക്കളെ, നമ്മുടെ രക്തബന്ധുക്കളെ, കുടുംബാദികളെ, വാപ്പയുടെ അനുജനെ, ജ്യേഷ്ഠനെ, സഹോദരനെ, കൂട്ടുകുടുംബാദികളെ, ഇവരെയൊക്കെ വെറുത്തിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുത്തെന്ന് പറഞ്ഞാലും അതൊന്നും നേടലാവുകയില്ല എന്ന് തിരിച്ചറിവ് വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അമ്മയും പറയുന്ന അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു സദക്ക ബക്കറ്റ് അള്ളാഹു എല്ലാവരുടെയും സദക്ക സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നൽകുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു പരിപൂർണമായ കാവൽ നസീബാക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു നസീബാക്കുമാറാവട്ടെ. സുർലരീഹൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാൽ സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ നൽകുന്ന സ്വതക്ക നീ കബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായി ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി ഞങ്ങളുടെ സദഖകളെ കബൂലാക്കണേ അല്ലാ. കണ്ണീര് വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ തൊട്ട് ഞങ്ങളെ നീ പരിപൂർണമായ കാവലിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിലനിർത്തണേ അല്ലാ. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. പലവിധ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്ന് ചേർന്നിട്ടുള്ള മോമിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സർവ്വ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹത്തുക്കളുടെ ദറജ ഉയർത്തുകയും അവരുടെ പൊരുത്തവും മദതും ഹിഫ്ളും ഹിമായത്തും അല്ലാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട സർവർക്കും എല്ലാത്തിനും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നല്ലൊരു സദക്ക നൽകി ശ്രദ്ധ ഇവിടെ ഉണ്ടായിക്കോട്ടെ. അവ സ്വർഗം പുൽകണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നിർബന്ധമായും ബന്ധങ്ങളെ പരിപൂർണമായി ചേർത്തു വെക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവന് സ്വാഗതം അരുളിക്കൊണ്ട് മലക്കുകൾ അങ്ങ് വിളിച്ചുകൊണ്ട് പോകും. ഇനി നേരെ തിരിച്ച് ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവനാണെങ്കിലോ ഖുർആൻ പറയുന്നു, നരകം അവന് സുനിശ്ചിതമാണ്.
والذين يقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, والذين يقطعون ما أمر الله به أن يوصل ويفسدون في الأرض. അല്ലാഹു ഈ ദുനിയാവിൽ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുള്ള ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അതെല്ലാം പരിപൂർണമായി അവഗണിച്ചതായ ആളുകളില്ലേ, അതെല്ലാം പരിപൂർണമായി വിച്ഛേദിച്ചതായ ആളുകളില്ലേ, ഈ ദുനിയാവിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി ബന്ധങ്ങളെ പരിപൂർണമായി അവഗണിച്ചതാകുന്ന മുഅ്മിനീങ്ങളില്ലേ, ഉലൈക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ്, ശാപമാണ്. വലഹുമു സൂഉദ്ദാർ, അവർക്ക് ഏറ്റവും മോശപ്പെട്ടതായ സങ്കേതമാണ് അഥവാ കത്തിജ്വലിക്കുന്നതായ നരകമാണ് അവർക്കുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നവന് സ്വർഗം, ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവന് നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലാക്കി വെക്കണം. അപ്പൊ നരകത്തിൽ പ്രവേശിക്കാൻ തന്നെ കാരണമാകും ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ. പലരും നമ്മളോട് അതിനൊക്കെ ആക്കമുണ്ടാക്കി തരും, എല്ലാത്തിനും സൗകര്യമൊരുക്കി തരും, എങ്ങനെയെങ്കിലും പിണങ്ങാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ ചെറിയ വിഷയങ്ങൾക്കൊക്കെയാണ് പിണങ്ങുക. കല്യാണം വിളിച്ചില്ല, നിസാര വിഷയമാണ്. ഇല്ലെങ്കിൽ എൻഗേജ്മെന്റിന് വിളിച്ചില്ല, അവന്റെ മകളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, നമ്മൾ അറിഞ്ഞില്ല. മിഠായി കൊടുക്കലുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള ആചാരമാണോ? അതുമല്ല. ഇതൊക്കെ ഇങ്ങനെ തുടങ്ങി വെക്കുകയാണ് ഇന്ന് സമുദായം. മുട്ടായി കൊടുക്കലും ഒരു കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം അനാവശ്യമാകുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളുമാണ് ഇന്നത്തെ തലമുറ കൊണ്ടുവരുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ചെക്കന്റെ വീട്ടുകാർക്കും പെണ്ണിന്റെ വീട്ടുകാർക്കും ഒക്കെ വ്യത്യസ്തമാകുന്ന ഡ്രസ് കോഡാണ്. എല്ലാവർക്കും വ്യത്യസ്തമാകുന്ന ഡ്രസ്സാണ്. അതിൽ തന്നെ ആണുങ്ങൾക്ക് പ്രത്യേക ഡ്രസ് കോഡ്, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ്. ചെറുക്കന്റെ വീട്ടുകാർ വേറെ, പെണ്ണിന്റെ വീട്ടുകാർ വേറെ, വാപ്പാക്കും ഉമ്മാക്കും വേറെ ഡ്രസ്സ്. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അങ്ങനെ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ഡ്രസ്സ് എടുത്തു കൊടുത്തു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് തയ്പ്പിക്കാൻ, അതിൻ്റെ തുണി വാങ്ങാൻ, അതിന് ശീല വാങ്ങാൻ, ദിവസങ്ങളോളം മണിക്കൂറുകൾ ചെലവഴിക്കാൻ, അതിനുവേണ്ടി ഓടുന്ന ദിവസങ്ങളെല്ലാം നിസ്കാരങ്ങൾ മുഴുവനും ഖളാ, ഒരൊറ്റ നിസ്കാരം പോലും ശ്രദ്ധിക്കുന്നില്ല. സ്വർണം വാങ്ങാൻ വേണ്ടി രാവിലെ ജ്വല്ലറിയുടെ മുന്നിൽ പോയി കാത്തിരിക്കുകയാണ്. ജ്വല്ലറിക്കാരൻ പോലും എത്തിയിട്ടില്ല. അതിനു മുമ്പ് അതിൻ്റെ വരാന്തിയിൽ വന്ന് സ്ഥിരം പിടിച്ചിരിക്കുക, സ്ഥാനം പിടിച്ചിരിക്കാൻ. ളുഹറും അസറും എല്ലാം അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുകയല്ല, മറിച്ച് അവിടെ സമയം കളയാണ്. അങ്ങനെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നു. നിസ്കാരം മുഴുവൻ പോയി. എന്തിന്റെ പേരിലാണ് ഈ കാണിക്കുന്നതൊക്കെ? ഇതെല്ലാം ഒരു സുന്നത്തായ നിക്കാഹി എന്ന മഹിതമാകുന്ന കർമ്മത്തിന് വേണ്ടി എത്രയോ ഫർളുകളാണ് നഷ്ടപ്പെടുത്തിയത്. അവസാനം ഡേറ്റ് നിശ്ചയിച്ചു, അതേതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം. മുസ്ലിമീങ്ങൾക്കൊരു പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിവസം നടത്തണമെന്ന് പ്രവാചകൻ പറഞ്ഞു. അതിനെ തൃണവൽഗണിച്ചു. ഏറ്റവും ചുരുങ്ങിയതാകുന്ന നിലക്കുള്ള നിക്കാഹാണ് ഏറ്റവും ബറക്കത്തെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇന്ന അളമൻ നിക്കാഹി ഐസറുഹു മൗനത്തൻ, ചെലവ് ചുരുങ്ങിയിട്ടുള്ളതാകുന്ന നിക്കാഹിലാണ് ഏറ്റവും ബറക്കത്തെന്ന് പ്രവാചകൻ പറഞ്ഞു. അതിനെ മോമിനികൾ തൃണവൽഗണിച്ചു. ഭക്ഷണം ഇരുന്നു കൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞു. ബൊഫേ സംസ്കാരം കൊണ്ടുവന്നു. 10,000-കണക്കിന് ആളുകളെ വിളിച്ചുകൊണ്ട് ക്യൂ നിർത്തിയിട്ട് അവരെ അവഗണിച്ചു, അവരെ പ്രയാസപ്പെടുത്തി. അവസാനം ഭക്ഷണം ഇല്ല. എഴുന്നേറ്റ് നിന്ന് പോയി സാധനം എടുക്കണം, പോയി കഴിക്കണം. വേണ്ട രീതിക്ക് അവരെ സൽക്കരിക്കുന്നില്ല. സൽക്കാരത്തിൻ്റെ എല്ലാ മര്യാദകളും ആതിഥേയ മര്യാദകളും ഈ മുസ്ലിമീങ്ങൾ പരിപൂർണമായി അവഗണിച്ചു. ഏത് മനുഷ്യൻ 5 വഖത്ത് ദീനിയായ ചിട്ടയിൽ ജീവിക്കേണ്ടവൻ വലിയ ഹാജിയാരാൻ 30 ഹജ്ജ് ചെയ്തു, അല്ലെങ്കിൽ 30 ഉംറ ചെയ്തു, ഇതൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് കുടിപിടിക്കുന്നതായ ധാരാളം ഉമ്മമാർ ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം സമ്പത്ത് കൂടിയത് തന്നെയാണ്. സമ്പത്തിന്റെ മേളിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവനെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കൊണ്ടുവരികയാണ്. പെണ്ണിന്റെ മീതെ തലയ്ക്ക് മീതെ, മയ്യത്തിന്റെ തലയ്ക്ക് മീതെ തുണി പിടിക്കുന്നത് പോലെ തുണി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ. അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ
വഫാത്തിന് മുമ്പ് പ്രത്യേകമായി വസിയത്ത് ചെയ്തതാണ്. എന്ത്? എൻ്റെ ജനാസ രാത്രിയിൽ കബറടക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മീതെ എന്ത് ചെയ്യണം? കബറിൻ്റെ മീതെ നിങ്ങൾ തുണി പിടിക്കണം. അതിപ്പോൾ എവിടെ പിടിക്കുന്നത്? അത് പുതിയ പെണ്ണിന് പിടിക്കാൻ, മയ്യത്തിന് പിടിക്കുന്നവർ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതെന്തിനാ അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ തുണി പിടിക്കാൻ പറഞ്ഞത്? അതെന്തിനാ പറഞ്ഞത്? മറയുണ്ടാവട്ടെ, പെണ്ണാണല്ലോ, പെണ്ണിനെയാണ് അടക്കുന്നത്, അപ്പോൾ പരിപൂർണമായൊരു മറ, അതും അതിനകത്ത് ശ്രദ്ധേയമാണ്. ഇവിടെ ഈ തുണി പിടിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? പെണ്ണിനെ മറയ്ക്കൽ തന്നെയാണോ? അല്ല, പെണ്ണിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പോവാൻ. മറയ്ക്കലാണോ ലക്ഷ്യമെങ്കിൽ പെണ്ണിൻ്റെ ശരീരത്തിൽ തുണി വേണം. ഇത് നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത പെണ്ണ് വന്നപ്പോൾ പെണ്ണിൻ്റെ മേത്ത് തുണിയില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പെണ്ണിന് അവിടെ ഇവിടെ എല്ലാം തുറന്നു കിടക്കുകയാണ്, എല്ലാം ഓപ്പണാണ്. എന്നാൽ ചെക്കൻ വരട്ടെ നോക്കിയിരുന്നു. ചെക്കൻ വന്നപ്പോഴത്തേക്കും അവൻ്റെ അവിടെ ഇവിടെ എല്ലാം കീറിയിരിക്കുക, ദാരിദ്ര്യം അങ്ങേയറ്റം. മൊത്തത്തിൽ പട്ടിണി പാവാൻ. വലിയ ഹാജിയാരാണെന്നാണ് വാപ്പയെക്കുറിച്ച് അറിഞ്ഞു കേട്ടത്. പക്ഷേ ഉസ്താദുമാര് പുതിയാപ്പിളെ നോക്കിയപ്പോൾ പുതിയാപ്പിള ഫുള്ളായിട്ട് മൊത്തത്തിൽ കീറിയിട്ടിരിക്കുക. ഇപ്പോഴത്തെ ഫാഷനാണെന്ന് അവൻ പറയുന്നത്. മുട്ടിൻ്റെ അവിടെ കീറിയിട്ടുണ്ട്, തുടയുടെ ഭാഗം കീറിയിട്ടുണ്ട്, ഇതെല്ലാം കീറിയിട്ട് ബഹുറസ്കരിക്കാൻ വരാൻ റെഡിയായിട്ട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കല്യാണവും നമ്മുടെ ഡ്രസ്സുകളും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും തീന്മേശയിൽ തൻ്റെ മകളുടെ കല്യാണത്തിന് വേണമെന്ന് വാശി പിടിക്കുന്ന ഉപ്പമാരുള്ള കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം കടക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആചാര്യ എന്താ വേണ്ടത് വന്നാണെന്ന് ചോദിക്കാൻ. അപ്പോൾ ആചാര്യ പറഞ്ഞു, എനിക്ക് വെളിച്ചോറും വെറുംചോറും മതി, കൊളസ്ട്രോളാണ്. അപ്പോൾ ആചാര്യ അങ്ങോട്ട് വയ്ക്കോ, തെക്കോട്ട് വയ്ക്കോ. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു, കൊളസ്ട്രോൾ ആണെങ്കിൽ കുഴപ്പമില്ല, കൊളസ്ട്രോൾ വന്ന് മരിക്കുമെന്ന് നമ്മുടെ ജാതകത്തിലുള്ളത്. എന്നാൽ ആചാര്യ ഇങ്ങോട്ട് വയ്ക്കോ. ആചാര്യ അറ്റാക്ക് വന്ന് മരിക്കട്ടെ, ഇങ്ങോട്ട് വയ്ക്കൂ, മട്ടൻ കഴിക്കാൻ. ഇങ്ങനെ എല്ലാം വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുക. ഇഷ്ടം പോലെ ഭക്ഷണം. എന്നാൽ ഇതെല്ലാം എന്ത് വേണം? എടുത്തു കഴിക്കണം. നേരെ വിളമ്പിത്തരുമൊന്നുമില്ല. വിളിച്ചേക്ക് 10,000 കണക്കിന് ആളുകളെ, ഒരു 50 പേരെ വിളിച്ച് വൃത്തിയായി നടത്തേണ്ട, നല്ല മാന്യമായി നടത്തേണ്ടതായ സൽക്കാരം കോവിഡ് വന്നപ്പോൾ നല്ല വൃത്തിയായി നടന്നു. അതിന് മുമ്പും ശേഷവും ഇങ്ങോട്ട് വീണ്ടും എത്രയോ മലീമസമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാണ്, കല്യാണം അത് നടമാടുവാനൊരു വേദിയാണ്. കറക്റ്റാണ് പറഞ്ഞത്. മകളുടെ കല്യാണം എത്താൻ കാത്തിരിക്കാൻ വാപ്പ തൻ്റെ കാശ് നാട്ടുകാരെ കാണിക്കാൻ, പുത്തമ്പടം കാണിക്കാൻ, അതിനുള്ള അവസരം വലിയ വാഹനം വാങ്ങിച്ചു കൊണ്ടിടുന്നു. വീട്ടുമുറ്റത്ത് മകൾക്ക് കൊടുക്കാൻ നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്ന വലിയ പന്തൽ സൗകര്യം, കോടികൾ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടുള്ള വിരുന്നുകൾ. കല്യാണം കൊണ്ട് തീരുന്നില്ല, അതിന് മുമ്പും ശേഷവും ദിനേന നടന്നുകൊണ്ടിരിക്കാൻ. പല ദിവസങ്ങളായിട്ട് കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ഓറഞ്ച് കല്യാണം, ഇങ്ങനെ പല കളറിൽ. ഒരു 500 കളറുണ്ടെങ്കിൽ ആ കളറെല്ലാം വെച്ചുകൊണ്ട് കല്യാണം വെച്ചിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിപ്പോകുന്നത്? ആലോചിച്ചു നോക്ക്. എത്ര രൂപയാണ് ഈ ചെലവഴിക്കുന്നത്? നിന്റെ അയൽവാസി പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. നിന്റെ നാട്ടുകാരിൽ എത്രയോ ആളുകൾ സമ്പത്തില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതാകുന്ന പട്ടിണി പാവങ്ങൾ മുസ്ലിമീങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. 5 വഖത്ത് നമസ്കാരമുള്ള ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നതാകുന്ന പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും അറിയാൻ നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ഇന്ന് വരെ സാധ്യമായിട്ടില്ല.
നീ നിന്റെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുകയാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. നമസ്കരിക്കാത്ത, ഇബാദത്തെടുക്കാത്ത, മൂത്രമൊഴിച്ചാൽ കഴുകാത്ത വർഗത്തെ വിളിച്ചുകൊണ്ട് സൽക്കരിക്കുന്ന സമൂഹമായി ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ നായകന്മാർ, നേതാക്കൾ, വലിയ വലിയതാകുന്ന സൂഫികൾ എന്ന് വിളിക്കപ്പെടുന്നതാകുന്ന വക്താക്കൾ അനാവശ്യമായിട്ട് പണത്തെ കൊണ്ടുപോയി ചെലവഴിക്കുന്നത് ഈ സമുദായം കാണുകയല്ലേ? എവിടേക്കാണ് ഈ സമുദായത്തിന്റെ പോക്ക്? പണമുള്ളതാകുന്ന വ്യക്തികൾ അവരുടെ അഹങ്കാരം മുഴുവനും സമ്പത്തിൻ്റെതാകുന്ന ധൂർത്തിലൂടെ ഈ സമുദായത്തെ പ്രതിക്കൂട്ടലാക്കുന്നതിലേക്ക് കാണിച്ചു തരികയാണ്. നാളെ ആഖിറത്തിൽ ഇതൊക്കെ ഹിസാബ് ഉണ്ടാവൂലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഹിസാബ് ഇടുന്നതായ രംഗമറിയില്ലേ? അവിടെ അതാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പ്രവേശിക്കുമേ, അവനതാ വെച്ചിരിക്കുന്നതായ മനോഹരമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും ഹിസാബിടപ്പെട്ടതിന് ശേഷം അര ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് പണക്കാരായ ആളുകളുടെ ഹിസാബ് അല്ലാഹു ഇടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവൻ പേരുടെയും ഹിസാബ് കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാർ ഹിസാബ് ഇടുകയുള്ളൂ, അവർ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും മനസ്സിലാക്കണം ഈ വാക്ക്. ആരാണ് പണക്കാർ, ആരാണ് പാവപ്പെട്ടവൻ? അല്ലാഹു അലം. എന്തായിരുന്നാലും അന്നന്ന് ജീവിക്കാനുള്ളതാകുന്ന ഉപാധികളുണ്ട് എങ്കിൽ മാഷാ അല്ലാഹ് കാര്യങ്ങൾ നടന്നു പോകാൻ വിധത്തിലുള്ളതുണ്ട്. ഫക്കീർ മിസ്കീൻ രണ്ടിനെ കുറിച്ചും ഉലമാക്കൾ സദഖയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സക്കാത്തിന്റെ വിഭാഗത്തിൽ. രണ്ടും രണ്ടാണ്. ഫക്കീർ ഒന്ന്, മിസ്കീൻ മറ്റൊന്ന്. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഫക്കീർ എന്ന് പറഞ്ഞാൽ അന്നന്നുള്ളതാകുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും സാധിക്കില്ല, തീർത്തും ദരിദ്രനാണ്. ഒരു നയാ പൈസ പോലും കയ്യിലെടുക്കാനില്ല, ഒന്നുമില്ല, ഇനി കഴിക്കാൻ തന്നെ ഒന്നുമില്ല, പട്ടിണി പാവമാണ്, അവനാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടന്നു പോകും, വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാത്ത മനുഷ്യൻ, അവനാണ് മിസ്കീൻ. ഇത് രണ്ടും രണ്ടാണ്. ഈ രണ്ടു കൂട്ടർക്കും കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഈ രണ്ടു കൂട്ടർക്കും കൊടുക്കണം, ഫക്കീർ മിസ്കീൻ. ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ടാണ്. ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നതിനെ നടക്കാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ വേറെയാണ്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഒരു നേരത്തെ പോലും അന്നത്തിന് വകയില്ലാത്തവനാണ് ഫക്കീർ. കാര്യങ്ങൾ നടന്നു പോകും, നാളത്തേക്കുള്ളതാകുന്ന കാര്യങ്ങളൊന്നുമില്ല, വലിയ നീക്കുപോക്കൊന്നും ബാങ്ക് ബാലൻസ് ഇല്ല, അങ്ങനത്തെ മനുഷ്യനാണ് മിസ്കീൻ. മിസ്കീനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും മറ്റൊരുത്തൻ്റെ മുന്നിൽ കൈനീട്ടുന്നതിന് വലിയ മടിയുള്ളവനായിരിക്കും. ഫക്കീർ അങ്ങനെയല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് പോയി യാചിക്കും, എന്തെങ്കിലും തന്നെ ഹാജിയാരെ എന്ന് പറഞ്ഞ് യാചിക്കും. മിസ്കീൻ ഇപ്പൊ ഈ സദസ്സിൽ ഒരാൾ ഒരു 100 രൂപ വെച്ച് കൊടുത്താൽ പോലും മിസ്കീൻ അത് വാങ്ങൂല, അയാൾ അടുത്തോട്ട് പോകൂല, എല്ലാം അടുത്തോട്ട് പോകൂല, ആ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകൂല. നമ്മൾ നിർബന്ധിച്ചു കൊടുത്താൽ അയാളത് വാങ്ങും. പക്ഷെ മനസ്സിൽ അയാൾക്ക് വല്ലാത്ത ഖേദവും ദുഃഖവും ഉണ്ടായിരിക്കും. മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങേണ്ടി വന്നല്ലോ എന്ന ഒരു അഭിമാനത്തിൻ്റെ ഒരു കരച്ചിലും തേങ്ങലും അയാളുടെ മനസ്സിലുണ്ടാവും. അതാണ് മിസ്കീൻ. ഒരാളോട് പോയി 10 രൂപ ചോദിക്കുന്നതിന് നാണക്കേട്. ഫക്കീർ അങ്ങനെയല്ല, എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ ഫക്കീറിന്റെ ജോലി തന്നെ എടുക്കുന്നത്, എപ്പോഴും കടം ചോദിക്കുക. 500 രൂപ ഇങ്ങനെ തന്നേക്കും, വൈകുന്നേരം തന്നേക്കാം. വൈകുന്നേരം തരാനാണെങ്കിൽ നീ ഇപ്പം എന്തിനാ ഇത് വാങ്ങിച്ചു? അസറിന് തരാമെന്ന് പറഞ്ഞ് ളുഹറിന് വാങ്ങുകയാണ്. അസറിന് നോക്കിയപ്പോൾ അവൻ ജമാഅത്തിനും ഇല്ല, മുങ്ങിയിട്ടുണ്ട്. അല്ലാഹു മുളക്കാക്കട്ടെ. ഇതാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഫക്കീറിന്റെ ജോലി എടുക്കുന്ന കുറേ കൗമ്. ചോദ്യമൊക്കെ കേട്ടവർക്ക് ഇപ്പം സംഭവം തരുമെന്ന്. ളുഹറിന് ചോദിക്കുക, അസറിന് തന്നേക്കാം, വിഷമില്ല പറഞ്ഞു. അസറിന് ആചാര്യ പള്ളി നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അള്ളാഹു കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. യാചന വലിയ വിഷയമാണ്. മറ്റൊരുത്തനോട് പോയിട്ട് ഒരു 10 രൂപ ചോദിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഗ്‌രിബിന് ശേഷമുള്ള ദുആ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. എപ്പോഴും ദ്വാരക്കേണ്ട ദുആണ്. അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരുത്തൻ്റെ മുന്നിൽ പോയി കൈനീട്ടുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാക്ക് ആക്കണേ അല്ലാ.
ഒരാളോടും റബ്ബിൻ്റെ മുന്നിലല്ലാതെ ലോകത്തൊരു മഹ്ലൂക്കിൻ്റെ മുന്നിലും ഒരു 500 രൂപ താ, ഒരു 5000 തരട്ടെ, ഒരു 2000 താ, അടുത്ത ആഴ്ച തരാം, ഈ പറയുന്ന ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴും ദ്വാരക്കേണ്ട ദ്വാരാണ് ഏത്? അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. ഒരാളോടും, ഒരു കുടുംബക്കാരോടും ബന്ധുക്കളോടും അയൽവാസികളോടും പൈസ ചോദിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. പ്രയാസങ്ങളായിരിക്കും എപ്പോഴും അതിങ്ങനെ സ്ഥിരപ്പെടാൻ നമ്മുടെ മനസ്സ് കൊതിക്കും. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ കടം വാങ്ങി കൂട്ടുന്നതല്ലാതെ കൊടുത്ത് ശീലിക്കൂല. ഇവിടുന്ന് വാങ്ങും, അടുത്ത സ്ഥലത്തുനിന്ന് വാങ്ങും, ഇവിടുന്ന് വാങ്ങിയത് അങ്ങോട്ട് റോൾ ചെയ്യും, അടുത്ത സ്ഥലത്തോട്ട് ഇപ്പുറത്തോട്ട് കൊടുക്കും. ഇവൻ വൈകുന്നേരം ചോദിക്കുമ്പോൾ വൈകുന്നേരം വേറൊരുത്തന്നെ നിന്ന് വാങ്ങിയിട്ട് ഇവന് കൊടുക്കും. അവൻ പിറ്റേ ദിവസം രാവിലെ ചോദിക്കുമ്പോൾ വേറൊരുത്തന്നെ അവന് കൊടുക്കും. ഇങ്ങനെ റോളിംഗ് ആണ്. ഇത് സമൂഹത്തിൽ നിന്നും കൂടി വരികയാണ്. നിസാരമല്ല, വലിയ വിഷയമാണത്. ബന്ധങ്ങളെ ഉലച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉള്ള ഒരു സ്നേഹബന്ധമുണ്ട്, അത് തകരുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടാവും. മനസ്സിൽ ഇപ്പോഴും ഞാനിത് പറയുമ്പോഴേ തന്നെ അവൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഇത് പറഞ്ഞപ്പോഴേ അവൻ്റെ മോന്ത ഓർമ്മ വന്നു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിയാണ് ഉസ്താദാ പറഞ്ഞത്. കാരണം ഇല്ല, പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ ഒരു വിവരവും ഇല്ല. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ അവൻ ഓൺലൈനിലുണ്ട്. മെസ്സേജ് അങ്ങോട്ട് ചെല്ലുന്നത് ഇവിടെ റെക്കോർഡിംഗ് എന്ന് കാണുമ്പോൾ അവൻ ഓഫ്ലൈനിലായിട്ട് അസ്സലാമു അലൈക്കും സ്വിച്ച് ഓഫ് ചെയ്ത് ഒറ്റ മുങ്ങൽ. ഇവിടുന്ന് സാധനം വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവന് മുങ്ങി. അങ്ങനത്തെ കൂട്ടുകാരനും ഉണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ചിലരൊക്കെ ഈ മജ്‌ലിസിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അവർക്കൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചിരിക്കുന്നത്. ഈ പറഞ്ഞ കോലത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഉഷാറാണ്. ബന്ധത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇഷ്ടംപോലെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുക. പിന്നെ ആളുടെ അഡ്രസ്സ് ഇല്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കൂടി വരികയാണ്. നിസ്സാരമാക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നാളെ ആഖിറത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് ചെറുതാവിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നാലും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമായിരുന്നു, ഹൽ അലൈഹി ദൈനുൻ, അവന്റെ മേൽ വല്ല കടവുമുണ്ടോ സ്വാബാ? വേറൊന്നും ചോദിക്കൂല. ഇവന്റെ മേൽ വല്ല കടവുമുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ ഉണ്ട് എന്നറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറകോട്ടിങ് വലിയും, അവിടെ മാറി നിൽക്കും, മയ്യിത്ത് നിസ്കരിക്കില്ല. ആരുടെ? സ്വഹാബിയാകുന്ന വ്യക്തിയുടെ ജനാസ പോലും നിസ്കരിക്കാതെ മാറി നിൽക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സല്ലു അലൈ ഫഇന്നി ലാ ഉസല്ലി അലൈ, നിങ്ങൾ ഇവന്റെ മേൽ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ല മയ്യിത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മളോ ഇന്ന് മരിച്ചിട്ട് വാപ്പ മരിച്ചു, ജനാസ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ഖാദിയാരോട് പറയാ, എനിക്കൊരു 10 മിനിറ്റ് തരണം, വാള് പറയാം. ആയിക്കോട്ടെ ആജിയാർ. അപ്പോൾ ആജിയാർക്ക് വാള് പറയാൻ അവസരം കൊടുത്തു. എന്നാൽ ആയത്ത് ഹദീസ് ഓതിയിട്ട് തുടങ്ങാൻ, എൻ്റെ പേര് ഇന്ന പേരാണ്, പേര് പറയുന്നില്ല, പേരങ്ങ് പറയാം. എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, വാപ്പാടെ മേൽ വല്ല ബാധ്യത ആർക്കെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ മകനാകുന്ന മൂത്ത മകൻ, അപ്പം എല്ലാം മൂപ്പും കാണിക്കും, എൻ്റെ മേൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. മയ്യത്ത് കബറടക്കി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ഒരു 10 ലക്ഷം രൂപ തരാണ്ടായിരുന്നു വാപ്പ, നാളെ തരാം. പിറ്റേ ദിവസം ഖത്തറിലേക്ക് കയറിയതാണ്. പിന്നെ ഇന്ന് വരെ അള്ളാഹത്ത് മഷി ഇട്ടെടുക്കണം. പിന്നെ ഇതേ ഖാദിയാരുടെ തന്നെ മഷി ഇടാൻ നമ്മൾ ചെല്ലുകയാണ്. ആളെ കണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇത് സമൂഹത്തിൽ വല്ലാതെ കൂടി വരികയാണ്. എല്ലാവരും വന്ന് ഇതിൻ്റെ മിമ്പറിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമായിട്ട് എല്ലാം ഏറ്റിട്ടങ്ങ് പോകും. പിന്നെ അള്ളാഹ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഒരു വിവരമില്ല, ഫോൺ വിളിച്ചിട്ടും വിവരമില്ല, ആൾ മുങ്ങിക്കളയാണ്. ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. നിസ്സാരവൽക്കരിക്കുന്നു എന്നർത്ഥം. പള്ളിക്കകത്ത് വെച്ച് അവനെടുത്ത ബാധ്യതയാണ്, അമാനത്താണത്, ഏറ്റെടുക്കാൻ. അപ്പാടെ എല്ലാ ബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ ഈമാന ലിമൻ ലാ മാനത ലഹു. ആരൊരുവൻ ഈ ദുനിയാവിൽ ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നവരുണ്ടോ, എല്ലാവരുടെയും വിശ്വാസത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അമാനത്ത് ഏറ്റെടുക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അത് പരിപൂർണമായി വീട്ടിൽ നിറവേറ്റാത്തവൻ അവൻ ഈമാൻ ഇല്ലാത്തവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പയുടെ എല്ലാ കടബാധ്യതകളും ഞാൻ ഏറ്റെടുത്തു എന്ന് മിമ്പറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ജനാസ നമസ്കാരത്തിന്റെ വേളയിൽ ഏറ്റെടുത്തതായ മകനല്ലേ, വാപ്പയുടേതാകുന്ന സർവ്വബാധ്യതകളും ഏറ്റെടുത്ത പൊന്നുമോനെ വീട്ടിൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വാപ്പയുടെ ഖബർ തീയാണ്, ഉപ്പാന്റെ ഖബറിൽ പ്രയാസമാണ്, ഉപ്പയുടെ ഖബറിൽ അല്ലാഹു അദാബ് ഇറക്കുമേ, നരകം കൊണ്ട് അല്ലാഹു ഖബറിൽ ശിക്ഷിക്കുമേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആദരവായ പ്രവാസോനെ വിളിച്ചു ചോദിക്കുകയാണ്, ഹൽ അലൈഹി ദൈനുൻ, ഇവന്റെ മേൽ വല്ല കടവുമുണ്ടോ സ്വാബാ. ഉണ്ട് നബി എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിറകോട്ട് മാറുകയാണ്. നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, സല്ലു അലൈഹി ഫഇന്നി ലാ ഉസല്ലി അലൈഹി. ഞാനില്ല, അവന്റെ മേൽ കടമില്ല, കടമുള്ള ഒരുത്തന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മാറുകയാണ്. ഒരിക്കൽ ഒരു വ്യക്തിയുടെ ജനാസ കൊണ്ടുവരപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, സഹാബാ ഹൽ അലൈഹി ദൈനുൻ, ഇവന്റെ മേൽ വല്ല കടവുമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ഉണ്ട് നബി എന്ന് പറഞ്ഞതാകുന്ന പ്രവാചകരെ പിറകോട്ട് മാറിക്കൊണ്ട് സാധാരണ പറയുന്നത് പോലെ ഡയലോഗ് അനുവർത്തിക്കുകയാണ്, സല്ലു അലൈഹി ഫഇന്നി ലാ ഉസല്ലി അലൈഹി. ഞാൻ ഇവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാനില്ല, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മാറുകയാണ്. നഊദു ബില്ലാഹ്.